ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, നമ്മളെല്ലാവരും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന യശ് നായകനായിട്ട് വരുന്ന ഗീതു മോഹൻദാസിൻ്റെ സംവിധാനത്തിൽ നിന്ന് വരുന്ന ടോക്സിക്കാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഒത്തിരി വലിച്ചിട്ടാണ് നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ. പാ, കഥ തുടങ്ങുന്നു. ഒരു സെമിത്തേരിയാണ്, കുറേ ആൾക്കാരൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആരോ മരിച്ചിട്ടുണ്ട്. ഇതേ അവരിത് ഒരു മാർക്കോടൊക്കെ ഒരു തീം പോലെ ഫുൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിൽ ഫുള്ളൊരു ഗ്യാങ്സ്റ്റർ മൂഡായിട്ട്. വില്ലനാന്ന് തോന്നുന്നു കണ്ടിട്ട്. സംഭവം നമ്മുടെ യശണ്ണൻ ആരെയും കണ്ട് തട്ടിയിട്ട് അമ്മമാരെല്ലാം കൂടെ ഒരുമിച്ച് കുമ്പസരിക്കാനെ കണ്ട് വന്നാന്ന് തോന്നുന്നു. ബാക്കി നോക്കാം. ഗേറ്റൊക്കെ അടച്ച് സീൽ ചെയ്തേ, നോ ട്രസ് പാസിംഗ് എന്നൊക്കെ പറഞ്ഞ്. ഇൻട്രോ എന്ന് തോന്നുന്നു. സംഭവം നേരെ കൊണ്ട് ഇടിച്ചൊക്കെ കയറ്റിയിട്ടുണ്ട്. ഏതോ ഒരു മോഡൽ ബ്രിട്ടീഷുകാരുടെ വണ്ടിയാന്ന് തോന്നുന്നു. യശണ്ണൻ അല്ലായിരുന്നു. ബിൽഡപ്പ് കൊടുക്കണേ, പുള്ളീനെ ലാസ്റ്റ് കാണിക്കാനുള്ള പരിപാടിയായിരിക്കും. ഇത് TNT ആണേ സംഭവം. TNT വെച്ച് എന്തോ പൊളിക്കാനുള്ള പരിപാടിയാണ്. TNT വെച്ചിട്ട് നടന്നു പോകണം. അതെന്താ ഇപ്പം ഞാൻ കണ്ടേ. പിള്ളേരൊക്കെ ആരെങ്കിലും വീഡിയോ കണ്ട് ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ച് നോക്കോട്ടോ. ബാക്കിയുണ്ടോ നമുക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നതാണോ? അടിപൊളി സംഭവം തന്നെ. കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത്രയും നാൾ നമ്മൾ KGF 2 കഴിഞ്ഞിട്ട് പുള്ളി ഒരു പോക്ക് പോയതാ. പിന്നെ നമ്മൾ പുള്ളീനെ കാണുന്നത് ഈ ഒരു ടോക്സിക് എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ KGF 2 കഴിഞ്ഞിട്ട് ഈ ഒരു ടോക്സിക്കിനെ അനൗൺസ് ചെയ്തിട്ട് കുറേ നാളായിരുന്നു. പിന്നെ ഈ ഒരു മൂവിക്ക് വേണ്ടി നമ്മളെല്ലാവരും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. എങ്ങാണ്ട് 5-8 വർഷം മേളം കണ്ടായെന്ന് തോന്നുന്നു. ബാക്കി നോക്കാം നമുക്ക്. അടിപൊളി. ഗീതു മോഹൻദാസിൻ്റെ പരിപാടി കേട്ടോ ചെയ്തു വെച്ചേക്കണേ. സംഭവം TNT പൊട്ടിക്കാനുള്ള പരിപാടിയാണേ. അടിപൊളി. അതെന്തത്? TNT പൊട്ടിച്ച സീൻ കണ്ടോ? നോർമലായിട്ട് നമ്മൾ സാധനമൊക്കെ വെച്ചിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് അടിക്കുക ചെയ്യണേ. ഇത് പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടിട്ട് ഉണ്ടാക്കി വെച്ചേക്കണേ. ചെവിയാണോ എന്തോ സാധനമൊക്കെ തെറിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ യശണ്ണൻ ഇറങ്ങി. അടിപൊളി. മോൺസ്റ്റർ മൈൻഡ്. കോസ്റ്റ്യൂം ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. കാരണം പുള്ളിയുടെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്ന് പുള്ളിയുടെ ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ, വേറൊരു ലെവലിൽ. അതിപ്പോൾ KGF ആണെങ്കിലും അതെ, പുള്ളി അതിന് മുമ്പ് ചെയ്ത കുറേ പടങ്ങളുണ്ട്, അതാണെങ്കിലും അതെ, പുള്ളിയുടെ ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം. ഏതോ ഒരുത്തനോട് ചത്തി കിടപ്പുണ്ട് താഴെ. ഗീതു മോഹൻദാസ് ഫിലിം. ആ സാധനം കണ്ടായിരുന്നോ? നമ്മളൊക്കെ നോർമലി എന്താ വിചാരിക്കണേ, അങ്ങനെ നിലത്തിറന്ന് വെടി വയ്ക്കാൻ വരുമ്പോഴത്തേക്കും ആരെയും ഗണ്ണെടുത്തിട്ട് നേരെ ഒറ്റ വെടിക്ക് തീർക്കാമെന്ന്. പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്ത സാധനം ഉണ്ടോ. റോക്കിംഗ് സ്റ്റാർ. ഓഹ്, അടിച്ച് ചെതറിച്ച് കളഞ്ഞു എല്ലാത്തിനെയും. സ്വാഗ് ഉണ്ടോ? പുള്ളി വരുമ്പോൾ തന്നെ തിയേറ്റർ കത്ത് ഉറപ്പുള്ള കാര്യം. പിന്നെ ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്, പറയാൻ പറഞ്ഞു. ഈ കഥ എഴുതിയേക്കുന്നത് പുള്ളി തന്നെയാണ്. മിക്ക ആൾക്കാരും ഇത് നോട്ട് ചെയ്യത്തില്ല. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഗീതു മോഹൻദാസിൻ്റെ ഫിലിം, പിന്നെ KVN പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞേ കാണുള്ളൂ. ഈ KVN പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മുടെ ജനനായകനും ചെയ്തേക്കുന്നത് കേട്ടോ. ഡാഡീസ് ഹോം കണ്ടോ? അതെ,
written by Yash and Geetu Mohandas, produced by Venkat Narayanan and Yash. ഫുള്ളൊരു മാർക്കോ ഫുള്ള് വയലൻസ് ആണ്. 19/3/26. പക്ഷേ ഇത് എല്ലാവർക്കും ദഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ കുറേ ആൾക്കാർക്കൊക്കെ മിക്കവാറും ഇതൊരു ക്രിഞ്ചായിട്ട് തോന്നാനാണ് ചാൻസ്. കാരണം ആ TNT ഒക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ അടിച്ച് പൊട്ടിച്ചൊക്കെ മിക്കവാറും എല്ലാവർക്കും ഒന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നൊക്കെയാണെങ്കിലും ഒരു വെറൈറ്റി രീതിയിൽ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ടോ അത് മതി. നമുക്കിങ്ങനെ ഗൂസ് ബംസ് കയറി വന്നുണ്ടോ അത് മതി. ഈ ഒരു പടത്തിന് വേണ്ടിയാണ് അണ്ണൻ ഇത്രയും വർഷം കളഞ്ഞേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും 19-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഒന്നുകിൽ അണ്ണൻ തിയേറ്റർ കത്തിക്കും, അല്ലെങ്കിൽ ഗീതു ചേച്ചിയെ കത്തിക്കും. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും മിക്കവാറും, ഉറപ്പാണ്. അപ്പോൾ ഓക്കെ, ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴത്തെ ബെൽ ബട്ടൺ അങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചേരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.